ഹായ് ഹലോ. ഇന്നത്തെ വീഡിയോ നമ്മുടെ TDRFൻ്റെ ഒരു ട്രെയിനിങ് ക്യാമ്പാണ് കേട്ടോ. ജലാലിയ സ്കൂളിൽ വെച്ചിട്ടാണ് ജീവൻ രക്ഷാ പരിശീലനം എന്ന് പറയുക. അതായത് നമ്മൾ സാമൂഹിക സേവനം തന്നെ അതിനൊക്കെ തയ്യാറുള്ളവർക്ക് ഒരു ട്രെയിനിങ് ആയിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വന്നിട്ടുണ്ട്. നല്ല ഒരുപാട് അറിവുകൾ നമുക്ക് നേടാൻ പറ്റും. നല്ല ക്ലാസ്സാണ്. ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. രണ്ട് കഴിവും കൂടി പഠിച്ചവൻ ചിലർക്കേ കൊടുക്കുള്ളൂ. ചികിത്സയും അതോടൊപ്പം പഠിച്ചത് വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. അപ്പൊ അതിൽ നമ്മുടെ അഷ്റഫിന് വലിയൊരു അനുഗ്രഹമുണ്ട്. അപ്പൊ ഈ ഭാഗം രണ്ടെണ്ണം എനിക്ക് കിട്ടി. പറഞ്ഞ മനസ്സിലായോ? ഈ എൻഡ് ഇത് വെച്ചിട്ട് എന്ത് ചെയ്തു? ഈ രണ്ടെണ്ണം വെച്ചിട്ട് ഞാൻ ടൈറ്റ് ആയിട്ട് കെട്ടണം. അപ്പൊ നമുക്ക് എന്തിന്റെ ആവശ്യം ഉണ്ടാവില്ല. പിന്നെ അത് കീറേണ്ട അല്ലെങ്കിൽ മറ്റൊരു തുണി എടുത്താൽ കെട്ടേണ്ട ആവശ്യമില്ല. ഈ ഒരൊറ്റ തുണിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ ടൈറ്റ് ചെയ്യാൻ പറ്റും. പറഞ്ഞ ഇവിടെയാണ് മുറി പറ്റിയെന്ന് വിചാരിക്കാം. അതിന് കുറച്ച് മുകളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സാധാ കെട്ട് കൊടുക്കുക. സാധാ ഒരു കെട്ട്. ഇതിന് ടോർണിക്വറ്റ് എന്നാ പറയാം. എന്താണ് ടോർണിക്വറ്റ്? സാധാ കെട്ടില്ലേ, നമ്മളെ സാധാ ടൈപ്പ് ഇങ്ങനെ ഉള്ള കെട്ടില്ലേ, കാണുന്നുണ്ടോ? സാധാ കെട്ടിട്ടു. ഇനി ആ ഒരു വടി കംപ്രഷൻ ആണ്. നമ്മള് പറഞ്ഞല്ലോ, നമ്മളെല്ലാം ബ്ലഡ് എങ്ങനെ നിർത്തുക? ബ്ലഡ് നിർത്തുക, നമ്മളെ രക്തക്കോയിലിനെ ചുരുക്കുക എന്നുള്ളതാണ് നമ്മളെ ഉദ്ദേശമുള്ളതാണ്. രക്തക്കോയിലിനെ ചുരുക്കേണ്ട എങ്ങനെയാണെന്നുള്ള നമ്മളൊരു പടി എന്താണോ കിട്ടുന്നത് അത് വെച്ച് ചെയ്യണമെന്നുള്ളതാണ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ കെട്ടി അല്ലെ, അടുത്തത് എന്ത് ചെയ്തു? നമ്മൾ ഈ ഒരു രണ്ടാമത്തെ കെട്ട് കെട്ടിയിട്ട് അതിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ വടി എന്താണോ നമുക്ക് കിട്ടുന്നത് അത് ഇട്ടു. ഒരു ചെറിയ കെട്ടൂടെ കെട്ടി. എന്നിട്ട് അതിന്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഈ വടിയെ പ്ലേസ് ചെയ്തു. കണ്ടോ? കാണുന്നുണ്ടോ ടോർണിക്കറ്റ്? എന്നിട്ട് ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? തിരിക്കുകയാണ്. ഇതിനെ നമ്മൾ തിരിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു? ഇതിനെ തിരിക്കുമ്പം ഈ അവൻ നേരത്തെ പറഞ്ഞ പോലെ അവിടുത്തെ രക്തക്കോയിലുകൾ നന്നായിട്ട് സങ്കോചിക്കും. അപ്പം അങ്ങോട്ടേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയും. അതോടുകൂടി അങ്ങോട്ടേക്കുള്ള രക്തം ഇത് നിൽക്കും. ഇത് നമുക്ക് ഏതുവരെ വെക്കാം? നല്ല ഹെവി ഫ്ലോ ആണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുന്നവരെ വെക്കാം. പക്ഷെ ഇടയ്ക്കൊന്നും നമ്മൾ എന്ത് ചെയ്യണം? ലൂസൺ ചെയ്ത് കൊടുക്കണം. എന്തിനാന്ന് വെച്ചാല് ആ ലിംബിന്, ഇപ്പൊ കാലിനാണ് കുടുങ്ങിയെന്ന് വിചാരിക്കാം, അവിടെ പൊട്ടിയ രക്തക്കോയിലുകൾ കുറവും ഇൻടാക്ട് ആയിട്ടുള്ള രക്തക്കോയിലുകൾ കൂടുതലായിരിക്കും. അപ്പം അറ്റത്തേക്കുള്ള സർക്കുലേഷൻ എന്താണ്? ഇതല്ലാതെ ഉണ്ട്. അപ്പം ആ സർക്കുലേഷൻ നമ്മൾ ലോസ് ചെയ്യാൻ പാടില്ല. അപ്പം ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഈ ടൈറ്റ് ആക്കിയത് ഇടയ്ക്ക് ലൂസ് ആക്കി കൊടുക്കണം. എന്നിട്ട് വീണ്ടും ടൈറ്റ് ചെയ്യാം. അപ്പൊ ഹെവി ബ്ലീഡ് നമുക്കത് ആ മറ്റേ കെട്ടും കൂടെ ഉള്ളതുകൊണ്ട് ആ ഹെവി ബ്ലീഡ് നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മള് ഇയാളെ എക്സാമിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. ഇയാൾക്ക് നട്ടലിന് ക്ഷതം പറ്റിയിട്ടുണ്ടോ ഇല്ലെന്നുള്ളത് ഒരു 3 പേരുണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ നമ്മള് ഫസ്റ്റ് തലയുടെ ഭാഗത്ത് നമ്മൾ ഒരാളെ അസൈൻ ചെയ്യണം. തലയുടെ ഭാഗത്ത് ഇയാൾക്ക് കഴുത്തിനാണോ കഴുത്തിന്റെ താഴ്ഭാഗത്ത് എവിടേക്കാണോ ക്ഷതം പറ്റി നമുക്ക് അറിയത്തില്ല. അപ്പം ഫസ്റ്റ് നമ്മൾ ഒരാളെ നമ്മൾ അസൈൻ ചെയ്യുന്നത് എവിടെയാണ്? തലയുടെ ഭാഗത്താണ്. ഇദ്ദേഹത്തിന്റെ നമ്മൾ എന്ത് ചെയ്യില്ല, തല ലിഫ്റ്റ് ചെയ്യില്ല, പകരം എന്ത് ചെയ്യും? ഇവിടെ കൈ നമ്മൾ എന്ത് ചെയ്യുന്നതാണ് ഇവിടേക്ക് ലോക്ക് ചെയ്യുക. ലോക്ക് ചെയ്തിട്ട് ഈ കൈത്തണ്ടയിലാണ് ആര് കിടക്കുന്നത്? ഇയാളുടെ ഹെഡ് ഇരിക്കുന്നത്. അപ്പം ഇദ്ദേഹം ടിൽറ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് കഴുത്തിന്റെ ഭാഗം ടിൽറ്റ് ആവത്തുള്ളൂ. അപ്പൊ ഇദ്ദേഹം ആയിരിക്കും ടീം ലീഡർ. ഇദ്ദേഹം പറയുന്ന മാതിരിയാണ് നമ്മൾ ടിൽറ്റ് ചെയ്യുക. അപ്പം സെക്കൻഡ് ആള് വന്നിട്ട് എന്ത് ചെയ്യുന്നു? ഞാൻ എന്റെ കൈ ക്രോസ് ആയിട്ട് ഇങ്ങനെ വെച്ചു. കണ്ടോ? ക്രോസ് ആയിട്ട് വെച്ചു. എന്നിട്ട് അടുത്ത കൈ ക്രോസ് ആയിട്ട് ഇങ്ങോട്ടേക്ക് വെച്ചു. നിങ്ങൾ ക്രോസ് ഇതിന്റെ ഉള്ളോട്ടേക്ക്, എന്റെ കൈയിന്റെ ഉള്ളോട്ടേക്ക്, ഇതിന്റെ ഈ ഒരു പോക്കറ്റിന്റെ ഉള്ളോട്ടേക്ക് ഉള്ളോട്ടേക്ക് വെച്ച് അടുത്ത ആൾ വെച്ചു. ഇനി ഒരാളൂടെ നിങ്ങളോട് ലോക്ക് ചെയ്ത് പിടിച്ചു. ഇതിന്റെ ഉള്ളോട്ടേക്ക്, ഇതിന്റെ ഉള്ളിൽ ലോക്ക് ചെയ്യും, ഇതിന്റെ ഉള്ളിൽ ഈ കൈയുടെ ഉള്ളിൽ ഓക്കെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആളെ ഷിഫ്റ്റ് ചെയ്തു അല്ലെ. ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം? ഈ കൈ എടുത്തിട്ട് ആളെ എന്ത് ചെയ്യാം? എക്സാമിൻ ചെയ്യാൻ പറ്റും. പറഞ്ഞു മനസ്സിലായി? എനിക്ക് ഒരു കൈ റിമൂവ് ചെയ്തിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആളുടെ നട്ടലിൽ എനിക്ക് എക്സാമിൻ ചെയ്യാൻ പറ്റും. ഇവിടുത്തെ നമുക്ക് എന്ത് വെച്ചു കൊടുക്കാം? ബോർഡ് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ സ്ട്രെച്ചർ വെച്ച് കൊടുക്കാം. പറഞ്ഞു മനസ്സിലായില്ലേ? സ്ട്രെച്ചർ വെച്ചിട്ട് ആളെ കിടത്താൻ പറ്റും. കിടത്തിയിട്ട് ആളെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല? വാരി എടുത്തിട്ട് ആൾക്ക് നോക്കാൻ പാടില്ല. ഇനി നമ്മളിപ്പോ ഒരു സ്ഥലത്ത് നമുക്കൊന്നുമില്ല, കൊണ്ടുപോകാനൊന്നുമില്ല, സാധനങ്ങളൊന്നുമില്ല. അപ്പൊ നമ്മളൊരു കാട്ടിലാണെന്ന് വിചാരിക്കുക, കൊണ്ടുപോകാനൊന്നും കിട്ടിയില്ല. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഒരാളെ ഷിഫ്റ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്. അതേമാതിരി ഇത് പറയുന്ന ആള് ഷിഫ്റ്റ് ചെയ്യണം എന്നൊക്കെ ആളെ തിരിക്കണം എന്നൊക്കെ പറയുന്ന ആൾ ഇയാളായിരിക്കും കേട്ടോ. ഹെഡിന്റെ ഭാഗത്തുള്ള ആൾ ക്രോസ് ചെയ്ത് പിടിച്ചോ, അവിടുത്തെ ഭാഗത്തിന്റെ ക്രോസ് ചെയ്ത് പിടിച്ചു. ഇനി ഒരാളും കൂടെ ആയി
ഷിഫ്റ്റ് ചെയ്തോളൂ. ഒരാൾ കൂടെ അവിടെ ഒരാൾ കൂടെ ആരെങ്കിലും വളണ്ടിയേഴ്സ് ആരെങ്കിലും ആ. എന്നിട്ട് നിങ്ങൾ കൈ കിടത്തി വെച്ച് നിങ്ങൾ കൈ കിടത്തി തിരിച്ച് കമഴ്ത്തി വെക്ക് കിടത്തി വെക്ക് കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? എന്നിട്ട് നമ്മൾ പറയാണ് വെച്ചോളൂ. വെച്ചു. ഇപ്പൊ ആള് കിടക്കുന്നത് എവിടെയാണ്? ഈ കൈയുടെ മുകളിലാണ് കിടക്കുന്നത്. ഇനി ഇവിടെ നിൽക്കുന്ന ആളുകൾ ഇതിപ്പോ നമ്മൾ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ തലേന്റെ അടുത്ത് ഞാൻ ഉണ്ടെന്ന് വിചാരിച്ചു. തലേന്റെ അടുത്ത് അല്ലെങ്കിൽ സാറുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ആളെ നമ്മൾ അവരുടെ കൈ ഇപ്പൊ ഇങ്ങനെയാ നിൽക്കുന്നത്. അവരുടെ കൈ ഇങ്ങനെയാ നിൽക്കുന്നത്. ഇതിന്റെ മുകളിലാണ് അവർ കിടക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? കൈ ഇങ്ങനെ താഴ്ഭാഗത്ത് നിന്ന് കൈ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. ഇങ്ങനെ കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്യണേ? അവരുടെ കൈയായിട്ട് ലോക്ക് ചെയ്യണം. പറഞ്ഞ മനസ്സിലായോ? ഇവരുടെ കൈ ഇവരെ വെച്ച കൈയായിട്ട് നമ്മൾ ലോക്ക് ചെയ്തു. ലോക്ക് ചെയ്തിട്ട് ലിഫ്റ്റ് ചെയ്യുന്നതാണ്. പറഞ്ഞ മനസ്സിലായോ? നമുക്ക് അനായാസം എന്ത് ചെയ്യാൻ പറ്റും? ആളെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. TDRFിൻ്റെ വളണ്ടിയർ പരിശീലനത്തിന് ക്ലാസ് തരാൻ വേണ്ടി വന്നതാണ്. ഇദ്ദേഹം വത്സൻ സാറാണ്, വായക്കാട് സബ് ഇൻസ്പെക്ടറാണ്. അതുപോലെ തന്നെ ഡോക്ടർ അഷ്റഫ് വായക്കാടും ഉണ്ട്. പിന്നെ ഫയർ റെസ്ക്യൂ ഓഫീസർ മഞ്ചേരി അനൂപ് സാറും കൂട്ടരും അവരും ഉണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സുകളൊക്കെ കാണാം കേട്ടോ. ഇപ്പൊ ആദ്യം തീയാണ്, തീപിടുത്തല്ലേ. തീപിടുത്തം ഉണ്ടാകുമ്പോൾ അതിനുപയോഗിക്കേണ്ട സാധനമാണല്ലോ എക്സ്റ്റിംഗ്വിഷർ. ഓക്കെ, അപ്പൊ ഇതിൽ ഞാൻ പറയാം, തീ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പറയാറുണ്ട് ജസ്റ്റ് തമാശക്ക് 3 കാര്യങ്ങൾ വേണം തീപിടുത്തം ഉണ്ടാവണമെങ്കിൽ, തീ ഉണ്ടാവണമെങ്കിൽ. ആ 3 കാര്യങ്ങളൂടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്ന് ഇത് എഴുതിയിട്ടുണ്ടാവും, ഇത് O2 ഉണ്ടാവും, O2 ഓക്സിജൻ. ഓക്കെ, ഇനി ഇവിടെ ഹീറ്റ്, ഇവിടെ ഫ്യൂവൽ. ഓക്കെ ആണ്. ഇതൊരു ട്രയാങ്കിൾ ആണ്, ഒരു ത്രികോണാണ് ട്രയാങ്കിൾ. ഓക്കെ, അപ്പൊ ഇങ്ങനെ പറയാം, ഇത് 3 ഉണ്ടെങ്കിൽ മാത്രമേ കൃത്യമായ ഒരു റേഷ്യോയിൽ വന്നാൽ മാത്രമേ തീപിടുത്തം ഉണ്ടാവുള്ളൂ. ഇതങ്ങനെ അന്തപ്പെട്ടിരിക്കുന്നു വേണം. നിങ്ങൾ ഇതൊരു പറയേണ്ടതുകൊണ്ട് മാത്രം പറയാം, ഇതൊന്നും മനസ്സിലാക്കണ്ട. ഈ ഒരു ചൂടുണ്ടാവണം, ഓക്സിജൻ വേണം, കത്താൻ പര്യാപ്തമായ എന്തെങ്കിലും ഒരു സാധനം വേണം. ഇതാണ് എൻ്റെ പച്ച മലയാളം. അതായത് ഹീറ്റ്, ഫ്യൂവല്, ഓക്സിജൻ. ഓക്കെയാണ്. ഇനി സിമ്പിളായിട്ട് പറഞ്ഞില്ല, തീ കെടുത്തണമെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് ഇല്ലാതായ പോലെ. ഞാനിങ്ങനെ ഇപ്പൊ കാണാൻ പറ്റുക, ഒന്ന് ഫ്യൂലും കാണാം, ഓക്സിജനും കാണാം. ഞാൻ കട്ട് ചെയ്തേതാ? ചൂട് ഇല്ലാതാക്കാൻ ചെയ്യേണ്ട സംഭവം വെള്ളം ഒഴിക്കുക. സിമ്പിൾ. അപ്പൊ നിങ്ങൾ പറയാറുണ്ട് തീ ഉണ്ടാവാൻ വേണ്ടത് ഹീറ്റും ഫ്യൂവലും ഓക്സിജനാണ്. അപ്പൊ ഞാൻ ഒന്ന് കട്ട് ചെയ്തേതാ? ഹീറ്റ് കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക വെള്ളം. അതായത് അതിന് പറഞ്ഞ പേരാണ് കൂളിംഗ്. എന്താണ് കൂളിംഗ്? തണുപ്പിക്കുക. ഇത് പഠിക്കണ്ട ഞങ്ങൾ, തണുപ്പിക്കുക. ഓക്കെ ആണേ. ഞാനല്ല ഇപ്പൊ കട്ട് ചെയ്തേതാ? ഓക്സിജൻ കട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്തല്ലേ? വായു. അതെവിടെ നമുക്ക് കാണാൻ പറ്റുക? ഒരു എക്സാമ്പിൾ പറയാൻ പറ്റും? LPG സിലിണ്ടറിന് മൂടുമ്പോ ഓക്സിജൻ കട്ടാവും അല്ലെ? മോദറിങ് അല്ലെങ്കിൽ അപ്പൊ അതിന് പറയാൻ മൂടുക പറഞ്ഞ പോലെ തന്നെ ഓക്സിജൻ തീ കത്തിക്കൊണ്ടിരിക്കണം. അതിന് ചുറ്റും ഒരു ചാക്കൊക്കെ വെച്ചിട്ട് ബ്ലാങ്കറ്റിങ് അല്ലെങ്കിൽ മോദറിങ് എന്ന് പറയും. വലിയൊരു അതിനെടുക്കോ, ഇതൊന്നും മൂടുകൾ ഇത് കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ബ്ലാങ്കറ്റിങ് എന്ന് പറയാം. മൂടി അതിനെ ബ്ലാങ്കറ്റ് കൊണ്ട് പോച്ചില്ലേ, അതാണ് ബ്ലാങ്കറ്റിങ്. അപ്പൊ ഓക്സിജൻ കട്ടായ കഴിഞ്ഞിട്ടോ. ഫ്യൂവൽ അല്ലേ? ഫ്യൂവൽ എന്നുണ്ടെങ്കിൽ ഇപ്പോ എന്താ പറയാ, കിണറിനടിയിലോ അല്ലെങ്കിൽ ഉയരത്തിലോ ഒക്കെ കുടുങ്ങി കിടക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്താനും അവരിലേക്ക് നമുക്ക് രക്ഷാപ്രവർത്തനത്തിലേക്ക് എത്താനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന, അവരെ സെക്യൂർഡായിട്ട് കെട്ടി ഇറങ്ങാനോ കയറാനോ ഉപയോഗിക്കുന്ന ഒരു കെട്ടാണ് ചേർന്നോട്ട്. ചേർന്നോട്ട് കെട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് കയറിന്റെ മധ്യഭാഗം കൊണ്ടാണ് ചേർന്നോട്ട് കെട്ടുന്നത്. അതായത് ഒരു കയറിനെ 2ആയിട്ട് മടക്കി അതിന്റെ മധ്യഭാഗം കൊണ്ടാണ് ചേർന്നോട്ട് കെട്ടുന്നത്. മധ്യഭാഗം ഏകദേശം ഈ ഒരു ഇത്രയും ലെങ്ത്തിലൊരു ചേർന്ന് കണ്ടില്ലേ, അതിന് ഏകദേശം മധ്യഭാഗം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഇവിടെ വന്നത് കിട്ടും. ഒന്ന് ബാക്കിലാണോ ഫ്രണ്ടിലാണ്? പതുക്കെ ഇത് കണ്ടോ? ഈ ബാക്കിൽ സാധനം ബാക്കിലെ ഡിസ്റ്റിൽ ഇങ്ങോട്ട് ബാക്കിലേക്കാണ് പോകുന്നുണ്ടോ? ഇതിലല്ല പോകുന്നത്. ഓക്കെ, പുറകിലേക്കാണ് പോകുന്നത്.
ചേറിലോട്ട് കെട്ടിയത് റോപ്പിന്റെ മധ്യഭാഗം കൊണ്ടാണ്. ബോലം കെട്ടുമ്പോൾ നമ്മൾ റോപ്പിന്റെ ഒരു എൻഡ് നമുക്ക് സെക്യൂരിറ്റിക്ക് വേണ്ടി പിടിച്ച് കെട്ടി വെച്ചു കൊടുത്ത് അല്ലെങ്കിൽ ഒരാളെ കയ്യിൽ കൊടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പോയാലും നടുവിലൊരു കുട്ടിയോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് വീട് കിടക്കുന്ന എടുക്കാനോ പുറത്തിലൊക്കെ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ബോലം കെട്ടി ഇറങ്ങാം. ബോലം കെട്ടി ഇറങ്ങുമ്പോൾ റോപ്പിന്റെ ഒരറ്റം നമ്മളെ കൈ പിടിച്ചിട്ട് നമ്മൾ ഏകദേശം നമ്മളെ ബോഡിയിൽ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് പോലെ ഇങ്ങനെ പിടിച്ച് നമ്മൾ ഇങ്ങനെ ഏകദേശം ഇങ്ങനെ വെച്ചിട്ട് നമ്മളെ ഈ റോപ്പ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യും. കണ്ടോ? ഒന്നുമില്ല, ഇങ്ങനെ ഇങ്ങനെ പിടിച്ചൊരു സാധനം ഇവിടെ ഒരു ആഫീസ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തു, ഒന്നും ചെയ്തില്ല. പിന്നെ നമ്മൾ ഈ റോപ്പിന്റെ ഈ ഒരു ഭാഗം ഈ ലൂപ്പിലൂടെ എടുത്തിട്ട് പുറകിലൂടെ എടുത്തിട്ട് ഏകദേശം അര അടിയോളം ഭാഗം കെട്ടി കഴിഞ്ഞ് പുറത്ത് വരണം. അതെന്താ വെച്ചാൽ വലിച്ചു കഴിഞ്ഞാൽ ഊരി ഇത് പോവാതിരിക്കാൻ വേണ്ടി കുറച്ച് നമ്മൾ സെക്യൂരിറ്റിക്ക് ഒരു അര അടിയോളം ഭാഗം ഒരു അര അടി ഇട്ടതുണ്ട്. പിന്നെ എങ്ങനെ എടുത്തിട്ട് അതായത് നമ്മൾ ഈ ലൂപ്പിലൂടെ എടുത്തിട്ട് ഈ റോപ്പിന്റെ താഴെ കൂടെ എടുത്ത് മാക്സിമം ടൈറ്റ് ചെയ്ത് നമുക്ക് എത്രയാണോ വേണ്ട അത്ര ടൈറ്റ് ചെയ്ത് അടിയിലൂടെ ഇട്ട് എനിക്ക് എൻ്റെ ഒരു ബ്രീത്തിങ്ങിന് എല്ലാത്തിനും പറ്റി കംഫർട്ട് ആയിട്ടുള്ളതാണ് ഞാൻ. വലിച്ച ടൈറ്റ് ആവൂല, ലൂസ് ആവൂല. ഇവിടുന്ന് അങ്ങോട്ട് ലൂസ് ആവൂല, വലിച്ച ടൈറ്റ് ആവൂല, ഇവിടുന്ന് അങ്ങോട്ട് ലൂസ് ആവൂല. ടൈറ്റ് ചെയ്യാൻ ഇതെടുത്തില്ലേ ലൂപ്പുണ്ടല്ലോ, ഇതിലൂടെ ഈ രണ്ടാമത് എടുക്കുക, എന്നിട്ട് അത് ടൈറ്റ് ചെയ്യാം. ഇതിപ്പോ രണ്ട് മരത്തിന്റെ മേലെ അപ്പൊ എന്നിട്ട് നമ്മള് ഇറങ്ങാൻ വേണ്ടി ഉപയോഗിക്കാം. ഇറങ്ങാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. പെട്ടെന്ന് താഴെ എത്തണോ സെക്യൂർഡായിട്ട് താഴെ എത്തണോ നിങ്ങൾ തീരുമാനിക്കുക. ഇത് നേരെ തന്നെ കിടക്കണം, എന്നാലേ കെട്ട് ടൈറ്റ് ആവുള്ളൂ. ഈ തല ഇങ്ങനെ അടിയിലേക്ക് വന്നാൽ കെട്ട് ടൈറ്റ് ആവില്ല. അപ്പം നമ്മൾ ചുറ്റി എടുത്ത് വന്നാലും ടൈറ്റ് ആവില്ല. അത് ഇങ്ങനെ വെക്കണം പറഞ്ഞാൽ മേലേക്ക് എന്നിട്ട് ഈ തല എടുത്തിട്ട് അടിയിൽ കൂടെ വയ്ക്കുക. ഈ കയറും കൊടുക്കണം അല്ലേ? ഇനി മേലെ കൂടെ, എന്നിട്ട് അപ്പുറത്തേക്ക് അടിയിൽ കൂടെ എടുത്തിട്ട് അപ്പുറത്തേക്ക് ഇത് കൂടെ പോയിട്ട് ഇതിൽ കൂടെ വന്നിട്ട് മേലെ കൂടെ, എന്നിട്ട് പിന്നെ അങ്ങോട്ട് എന്നിട്ട് വലിച്ചു കെട്ടി ഒന്നിനെ വലിച്ചു ഇതിനെ കൊണ്ടുപോയിട്ട് രണ്ടാമത്തേനെ വലിച്ചു. കൈ നമ്മളാളെ എണീപ്പിട്ട് നിങ്ങൾ നീക്കട്ടെ കേട്ടോ, നിങ്ങൾ ബോധമല്ല കേട്ടോ. അപ്പൊ അവരുടെ നിങ്ങൾ എണീക്കണം, അല്ലെങ്കിൽ ഞാൻ പുറത്തേക്കാക്കും. ഇങ്ങനെ എത്ര വെയിറ്റ് കൂടിയ ആളാണ് നമ്മൾ വെക്കണം. ട്രെയിനിങ് ടൈമിൽ നമ്മളെക്കാൾ വെയിറ്റ് കൂടിയ ആൾക്കാരെ നമുക്ക് എടുക്കാൻ തരുള്ളൂ. അല്ല പൊക്കി ആളെ നമ്മൾ പൊക്കി പിന്നെ ഇത് ഈ പൊക്കിനോടത്തൊന്നും ഒരു കാര്യമല്ല. എങ്ങനെ പൊക്കിയിട്ട് ആളെ നമ്മൾ ഈ കൈ നമ്മളിങ്ങനെ പിടിക്കുന്നു ആളെ. എന്നിട്ട് ആളുടെ കാലിൻ്റെ ഇടയിൽ നമ്മൾ ജസ്റ്റ് കാലിങ്ങനെ വെക്കുന്നു. പിന്നെ നമ്മൾ ഈ കൈ കണ്ടില്ലേ, കൈ ഇങ്ങനെ പിടിച്ചിട്ട് നിങ്ങൾ കാണാതെ ഈ ഒരാളെ എത്ര വെയിറ്റ് ആളാണ് നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെയും കൊണ്ടുപോകാം, എത്ര ദൂരം വേണമെങ്കിൽ കൊണ്ടുപോകാം. അറിയാം എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത്, എന്താ ആ ഒരു ലൊക്കാലിറ്റിയിൽ നിന്ന് കിട്ടുന്ന ഉപകരണങ്ങൾ വെച്ചിട്ട് നമ്മൾ സ്ട്രക്ചർ ഉണ്ടാക്കാം. നമ്മളെ വീട്ടിലൊക്കെ രണ്ട് നീളം കൂടി വടി എന്തായാലും എടുക്കാൻ കിട്ടൂലേ, അതേപോലെ ഒരു ബെഡ്ഷീറ്റും കിട്ടൂലേ. അത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് സ്ട്രക്ചർ ഉണ്ടാക്കുന്നതാണ് കാണിച്ചു തരുന്നത്. ഇംപ്രവൈസ്ഡ് സ്ട്രക്ചർ എന്നാ പറയുന്നത്. തുണി
കണ്ടില്ല. അതിങ്ങനെ തുണി നിർത്തില്ല, അതിൻ്റെ വെക്കാൻ സ്ട്രെച്ചറായി ഒന്നും സംഭവിക്കില്ല. തുണി എപ്പോഴാണ് വരുന്നത് അതുവരെ അത് കിടക്കും. സുഖമായിട്ട് കിടക്കും. സിമ്പിളായിട്ട് ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കൂടാതെ കൊണ്ടുപോകാം. അപ്പോൾ നമ്മൾ ചിലപ്പോൾ സ്ട്രക്ചറിലാണെന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ 10 മിനിറ്റ് ആംബുലൻസ് വരാനൊക്കെ വെയിറ്റ് ചെയ്യും. നമ്മുടെ വീട്ടിൽ വണ്ടി സൗകര്യം ഉണ്ടെങ്കിൽ ഒന്നും പറ്റില്ല. അപ്പോൾ കൊണ്ടുപോകണേ, കാലിന് പരിക്ക് പറ്റിയതാണ് നമ്മൾ കൊണ്ടുപോകണേ. മെത്തേഡ് എന്ന് പറയും. ഇന്നലെ കണ്ടിട്ട് എങ്ങനെ പോണേ എന്നതുപോലെ ബിൽഡിങ്ങിന്റെ അടിയിലായിട്ട് പോയി കുടുങ്ങി കിടക്കുന്നത്. നമുക്ക് നേരെ പോയി എടുക്കാൻ കഴിയില്ല. ആ സമയത്ത് അങ്ങനെ തന്നെ പോയി അവര് പൂർത്താക്കിയിട്ട് പേരിച്ചുകൊണ്ടിരുന്നു. ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഗ്രൗണ്ടിൽ വെച്ചിട്ട് നമ്മൾ തീപിടുത്തമൊക്കെ ഉണ്ടായാൽ എന്താ പെട്ടെന്ന് ചെയ്യേണ്ടത് അങ്ങനെയൊക്കെ ഒന്ന് കാണിച്ചിരുന്ന ചെറിയൊരു ട്രയലാണ് കേട്ടോ. ഫയർ റെസ്ക്യൂവിൻ്റെ ഭാഗത്ത് നമുക്ക് ഒരുപാട് ക്ലാസ്സുകൾ കിട്ടിയിട്ടുണ്ട്. നല്ല നല്ല ക്ലാസ്സുകളാണ്, ഒരുപാട് അറിവുകളാണ് അവർ നമുക്ക് പകർന്നു തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പെട്ടെന്നൊക്കെ എന്തെങ്കിലും അപകടങ്ങളോ എന്തെങ്കിലുമൊക്കെ നമ്മുടെ മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ എടുത്തു ചാടിയൊന്നും ചെയ്യരുത്. അവരെ അറിയിക്കേണ്ടവരൊക്കെ അധികൃതരെ നമ്മൾ അറിയിക്കുക. എന്നിട്ട് നമുക്ക് ചെറുതായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ ചെയ്യാം. അത്രയാണ് ഈ ക്ലാസ് കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്.